ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2025 പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ റോൾ നമ്പർ കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി. ആൻഡ് ഇതിൽ സ്കോർ 19 വരെ കിട്ടിയ സ്റ്റുഡൻസിൻ്റെ നെയിമൊക്കെ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, ഇനി LBS സെൻറ്ററിൽ നിന്ന് ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ വരും. അത് വന്നതിന് ശേഷം നമുക്ക് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇയറിൻ്റെ ആണ്. മാക്സിമം പ്രൊസീജിയർ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് മുന്നേ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എത്ര റാങ്ക് ഉണ്ട്, അപ്പോൾ ഗവൺമെൻറ് കോളേജ് കിട്ടുമോ, എയ്ഡഡ് കിട്ടുമോ എന്നൊക്കെ കുറേ പേര് DM ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിസർവേഷൻ. പിന്നെ എത്ര പേരാണ് ആ ഒരു കോളേജിൽ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് അലോട്ട്മെൻറ്റൊക്കെ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇയർ എങ്ങനെയായിരുന്നു, ലാസ്റ്റ് ഇയർ ടോപ്പ് കോളേജസിലൊക്കെ അലോട്ട്മെൻറ്റ് എങ്ങനെയായിരുന്നു, അതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് എത്രയാണ്, ആൻഡ് ഓരോ റിസർവേഷനിലും ലാസ്റ്റ് റാങ്ക് എത്രയാണ് എന്ന് പറയാം. ആൻഡ് അത് ലാസ്റ്റ് ഇയറിൻ്റെ ആണ്. എല്ലാ ഇയറും സെയിം ആയിരിക്കണമെന്നില്ല, ഇറ്റ് മേ ചേഞ്ച്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു PDF 2024 സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ PDF ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് വരുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അതിൻ്റെ റിസൾട്ട്സ് നോക്കാം. CETയിൽ ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയ ലാസ്റ്റ് റാങ്ക് 34 ആയിരുന്നു. പിന്നെ അടുത്ത് ബാക്കി 30 ഫുള്ള് നമ്മളുടെ റിസർവേഷനാണ്. ഫസ്റ്റ് 30 സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് കയറിയ റാങ്ക് 34 ആയിരുന്നു. പിന്നെ ബാക്കി ഫുള്ള് റിസർവേഷനാണ്. ST റിസർവേഷൻ ലാസ്റ്റ് റാങ്ക് 1601 ആയിരുന്നു. SC റിസർവേഷൻ 503, DV റിസർവേഷൻ 198, BH 140, EWS 107. പിന്നെ MU 81 ആയിരുന്നു. പിന്നെ LC 55, VK 54. ഇതാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൻ്റെ ലാസ്റ്റ് ഇയറിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ്. ഇനിയുള്ളത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂറാണ്. ഇതിൽ ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് മെറിറ്റിൽ 126 റാങ്ക് വരെ സ്റ്റുഡൻസ് കയറിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഫുള്ള് റിസർവേഷനാണ്. അതിൽ ST റിസർവേഷൻ 2540 ആയിരുന്നു. പിന്നെ KU 2395, BX 1762, SC 1099. പിന്നെ DV 724, KN 673, EWS 256. ഇതാണ് GEC കോളേജിൻ്റെ ലാസ്റ്റ് ഇയറിൻ്റെ റാങ്ക് ലിസ്റ്റ്. ഇനി RIT കോളേജ് ഉണ്ട്. RITയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് 266 ആയിരുന്നു. ബാക്കി ഫുള്ള് റിസർവേഷനിൽ LCയിൽ റാങ്ക് 1112 ആയിരുന്നു. ST 929, SC 748, EWS 565, MU 353 ആയിരുന്നു RITയുടെ ലാസ്റ്റ് റാങ്ക്. ഇനി അടുത്ത കോളേജാണ് MA കോളേജ് കോതമംഗലം. ഇതിൽ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് 278 ആയിരുന്നു. പിന്നെ റിസർവേഷനിൽ ലാസ്റ്റ് PD ആയിരുന്നു 2669. പിന്നെ SC 1635, LC 722, VK 392, MU 350, EZ 342, BH 331. പിന്നെ DV 303. ഇതാണ് MA കോളേജിൻ്റെ ലാസ്റ്റ് ഇയറിൻ്റെ റാങ്ക്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കോളേജ് TKM ആണ്. TKMൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് ഇയർ കയറിയത് 167 ആണ് റാങ്ക്. പിന്നെ ബാക്കി ഫുള്ള് റിസർവേഷനിൽ DV 1638, BX 1594, KN 1173, SC 1064, LC 573, VK 538, EZ 243, MU 217. ഇതാണ് TKM കോളേജിൻ്റെ ലാസ്റ്റ് ഇയറിൻ്റെ ലിസ്റ്റ്. അപ്പോൾ ഇത് 5 ആണ്. 3 ഗവൺമെൻറ് കോളേജസ്, 2 എയ്ഡഡ് കോളേജസ്. ബാക്കി ഫുള്ള് സെൽഫ് ഫിനാൻസിങ്ങും IHRD കോളേജസൊക്കെയാണ്. അപ്പോൾ എല്ലാ ഇയറും ഈ സെയിം റാങ്ക് ലിസ്റ്റ് തന്നെ ഇതേപോലെ തന്നെ അവർ അഡ്മിഷൻ എടുക്കണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഓപ്റ്റിംഗ് ഫോർ ദാറ്റ് കോളേജ് ആൻഡ് നിങ്ങളുടെ റിസർവേഷൻ എല്ലാം ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു സാമ്പിളാണ്. ലാസ്റ്റ് ഇയർ എങ്ങനെയാണ് അവർ എടുത്തേക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിളാണ് ഇത്. അപ്പോൾ എല്ലാ കറക്റ്റായിട്ട് നമുക്ക് അറിയണമെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരണം.